ബാലറ്റ് യൂണിറ്റിന്റെ പ്രശ്നമാണെങ്കിലും കൺട്രോൾ ഇതൊന്നും അറിയാത്ത ആളല്ല ശ്രീ ശശിധരൻ നായർ. അല്ല, ഞാൻ ശശിധരൻ നായർ പ്രശ്നമല്ലല്ലോ പറഞ്ഞത്. ശശിധരൻ നായർ ബാലറ്റ് യൂണിറ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു, കൺട്രോൾ യൂണിറ്റിന്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞു. കൺട്രോൾ യൂണിറ്റിന്റെ പ്രശ്നമാണെങ്കിലും ബാലറ്റ് യൂണിറ്റിന്റെ പ്രശ്നമാണെങ്കിലും ഏതാണെങ്കിലും ടെക്നിക്കൽ എററാ. ഈ ടെക്നിക്കൽ എറർ എന്താണ് എന്നുള്ള അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പറഞ്ഞത് അന്വേഷണം നടത്തി കണ്ടെത്തണം. ബ്രേക്കിംഗ് ന്യൂസ് ആണ്. കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ടി സിദ്ദിഖ് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാങ്കേതികം ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നതെന്നാണ്. ശ്രീ ടി സിദ്ദിഖ്, ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള കേസാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ രാഷ്ട്രീയ പാർട്ടികളെയോ അല്ലെങ്കിൽ സർക്കാരിനെയോ ഇലക്ഷൻ കമ്മീഷനെയോ അവരുടെ അറിവോടുകൂടി ആയിരിക്കണമെന്നില്ല. നമ്മുടെ ഇലക്ഷൻ സംവിധാനത്തെ വിദൂരദേശത്തെ അല്ലെ ഏരിയയിലിരുന്ന് നിയന്ത്രിക്കാൻ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്. അറിയുന്നത് ഇതിൻ്റെ അകത്ത് പശ ഒട്ടിച്ചിരുന്നു, എന്തോ സാധനങ്ങളൊക്കെ ഒട്ടിച്ചു വെച്ചു. അതിപ്പോൾ ഏതെങ്കിലും ഇലക്ഷൻ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ അത് ഈ ചെയ്യുന്നവരതായിരിക്കില്ല ഉദ്ദേശിക്കുന്നത്. അതെ, ഇവിടെ ഇത് പ്രശ്നം ഉണ്ടാക്കുക എന്ന രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുക, അല്ലെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനാണ്. NIA അന്വേഷിക്കേണ്ട കേസാണിത്. കാരണം ഇതൊരു പരീക്ഷണമാണ്. പഞ്ചായത്ത് ഇലക്ഷന് വന്നിട്ടത് ശ്രദ്ധിക്കപ്പെടുകയല്ലോ. ഓൾ ഇന്ത്യ ലോക്സഭാ ഇലക്ഷനൊക്കെ ആണെങ്കിൽ ഓൾ ഇന്ത്യ ന്യൂസ് ആകും പെട്ടെന്ന്. ഇത് ഏതോ ശക്തി തിരഞ്ഞെടുപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി, അത് ആർക്കെങ്കിലും അനുകൂല ഇതെന്നല്ല, ഇത് എങ്ങനെ വേണമെങ്കിലും തിരിക്കാനുള്ളൊരു ശ്രമം നടത്താൻ വേണ്ടിയുള്ളൊരു പരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണം ഇത്രയും കാലത്തിന് ശേഷം പ്രശ്നം ഉണ്ടായപ്പോഴും ശ്രീ ജോർജ് കുര്യന് ഇത്രയും പെട്ടെന്ന് പറയാൻ പറ്റിയില്ല NIA കൊണ്ട് അന്വേഷിക്കണമെന്ന്. ഇതിപ്പോ പെട്ടെന്ന് നിമിഷങ്ങളായതേ ഉള്ളൂ. അന്വേഷിച്ചാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് പുറത്തു ബാക്കിയെല്ലാം വിട്ടു, CBI-യും എല്ലാം വിട്ടു. ആദ്യം തന്നെ NIA കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ. കാരണം അദ്ദേഹം പറയുന്നത് ഇത് ഇന്റർനാഷണൽ ഇടപെടൽ ഈ പോളിംഗ് ബൂത്തുകളിൽ സംഭവിച്ചിട്ടുണ്ട്. അതെ, ഇനി പാകിസ്ഥാനിൽ നിന്നുള്ള ഇടപെടലാണോ എന്നുള്ളത് അടുത്തതായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടി പറയും. അപ്പൊ ഇത് ഒരുപക്ഷെ സാത്വിക പ്രാച്ചിക്കൊക്കെ ഇത് അറിയായിരിക്കും ശ്രീ ജോർജ് എന്നുള്ള ശ്രീ ഉഴവൂർ വിജയൻ. TNC-യിലേക്ക് വരാം. എന്തോ ഒരു നല്ല കമന്റ് വരുന്നുണ്ട്. അല്ല, കമന്റ് അല്ല, ഇത് നേരത്തെ തന്നെ ഈ വാർഡ് വിഭജനം വന്നപ്പോൾ തന്നെ ഒരു അട്ടിമറി അവിടെ നടന്നായിരുന്നു. സ്കൂളിൻ്റെ ഓഫീസ് ഒരു വാർഡിൽ, സ്കൂളിൻ്റെ ക്ലാസ് എടുക്കുന്ന മുറി വേറൊരു വാർഡിൽ, പിന്നെ ഓഡിറ്റോറിയം വേറൊരു വാർഡിൽ. അങ്ങനെ പച്ചമീൻ വിൽക്കുന്ന ചന്ത ഒരു ഭാഗത്തോട്ടിട്ടു, ഉണക്കമീൻ വിൽക്കുന്ന ചന്ത ഇപ്പുറത്തേക്ക് ഇട്ടു. അങ്ങനെയൊക്കെയുള്ളൊരു കളി നേരത്തെ തന്നെ നടത്തിയിരുന്നു. പ്രത്യേകിച്ചും മലപ്പുറമാണ്. ഈ സംഭവം കണ്ണൂരോ മറ്റോ ആയിരുന്നെങ്കിൽ കിടന്നു പൊറുക്കാൻ പറ്റുമായിരുന്നു എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചത്. ഏതായാലും ഇത് മലപ്പുറം ആയതുകൊണ്ട് ഇത് ദൈവം കൊടുത്തതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ദൈവത്തിൻ്റെ കൂടെ ഇവരുടെ അല്ല, ഇവർക്ക് ഈ മുസ്ലിം ലീഗുകാരെ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നാണ്. ഇത് ഭരണകൂടം എന്ന് പറയുന്ന ഗവൺമെൻറ്റാണ്, കളക്ടറല്ല. കളക്ടർ എന്ന് പറയുന്നത് ഗവൺമെന്റാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും അപാകത കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ. മുസ്ലിം ലീഗ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പറയാം, മുസ്ലിം ലീഗും CPI-യും രണ്ട് മുന്നണികളും UDF LDF-ഉം അവിടെ റീപോളിംഗ് വേണം എന്ന് കളക്ടറുടെ ചേംബറിൽ പോയി ആവശ്യപ്പെടുകയും അതിനുവേണ്ടി മുദ്രാവാക്യം മുഴക്കുകയും ചെയ്ത രണ്ട് മുന്നണികളാണ്. അതിൽ ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ച് അവിടെ ഉണ്ടായിട്ടുള്ള ഞാൻ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഏകാഭിപ്രായം ആണ് എന്നുള്ളത്. ഞാൻ വിജയരാഘവൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ പിന്നെ KN ഖാദർ ഉൾപ്പെടെയുള്ള DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കേട്ട് അതിനെ വേറൊരു ഡയമെൻഷൻ അത് വളരെ മോശമാണ്. അതെ, ഒരു യുക്തിയുണ്ട്. നമ്മുടെ ഉഴവൂർ വിജയൻ പറഞ്ഞല്ലോ, മാർക്സിസ്റ്റ് ഇടതുമുന്നണിക്കാര് കണ്ണൂർ ജില്ലയിൽ എങ്ങനെ അനാർക്കി ഉണ്ടാക്കുന്നോ അതേ രീതിയിൽ UDF-കാർ മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കുന്നു എന്നത് സാധാരണ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ജോർജ് കുര്യൻ ഭയങ്കര തമാശ. നേരെ ഒരു കാര്യവും അദ്ദേഹം പറയോ ഇല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു രാഷ്ട്രീയ എല്ലാം കൈരളി കൊടുത്തതല്ല ശ്രീ ജോർജ് കുര്യൻ. അതിലെല്ലാം ആകപ്പാടെ പെട്ട തമാശ പറയാൻ ശ്രീകുമാർ. എന്തായാലും ശ്രീ സിദ്ദിഖ് പറഞ്ഞത് അല്ല, ശ്രീ ഉഴവൂർ വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കണ്ണൂരിലാണ് ഇത് സംഭവിച്ചിരുന്നത് എങ്കിൽ അതിപ്പോ ജോർജ് കുര്യനാണോ CPM ആണോ എന്നുള്ള സംശയം ആർക്കെങ്കിലും ഉണ്ടാവുള്ളൂ. അത് അദ്ദേഹം പറഞ്ഞതിൽ 100% ഞാൻ യോജിക്കുകയാണ്. കണ്ണൂരിലാണ് ഇതുണ്ടായിരുന്നെങ്കിൽ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് ഇവിടെ ജീവിച്ചിരിക്കാൻ ഒക്കില്ല. ആ വിധത്തിൽ ഇവിടെ കോളിലൊക്കെ ഉണ്ടാക്കിയാണ്. ഇത് അല്ലാതെ പോയതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സൗകര്യത്തിലും കളക്ടറിലും ഇലക്ഷൻ കമ്മീഷനിലും ഒക്കെ നിന്നു. പക്ഷേ ഇത് തമാശയായിട്ട് കാണാനുള്ള ഒരു കാര്യമല്ലല്ലോ ശ്രീ ടി സിദ്ദിഖ്. അത് ആ അർത്ഥത്തിൽ നിങ്ങൾ എന്താണ് പ്രതികരിക്കാത്തത്?
പ്രതികരണം വളരെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നു. മുഖ്യമന്ത്രി ഇലക്ഷൻ പറഞ്ഞത് അന്വേഷിക്കണം, ആരെ അന്വേഷിക്കണം? അല്ല, കലക്ടറുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യത്തിൽ അന്വേഷണം ഏത് രീതിയിൽ വേണം എന്ന് തീരുമാനിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാർ അന്വേഷിക്കണം. പറയാം, ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാരിന് അന്വേഷിക്കാൻ വേണ്ടിയുള്ള തീരുമാനം സർക്കാരിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏത് രീതിയിൽ അന്വേഷിച്ച് ഇതിന്റെ മുഴുവൻ ഉത്തരവാദികളെയും കണ്ടെത്താനുള്ള നടപടിയെടുക്കണം. ടെക്നിക്കൽ എററാണോ, ഇനി അതല്ല അവിടെ വല്ല മാൽ പ്രാക്ടീസും നടന്നോ, എന്താണ് ഇതിന്റെ യഥാർത്ഥ കാര്യം? ഇത് ജനാധിപത്യ പ്രക്രിയയിലെ വോട്ടവകാശം വിനിയോഗിക്കാൻ വേണ്ടി അന്ന് ലീവാക്കിയ ആളുകൾ വന്ന് വോട്ടവകാശം വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത്തെ ദിവസം പോകേണ്ടതായ അവസ്ഥ എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗൗരവമുള്ളതാണ്, വളരെ ഗൗരവമുള്ളതാണ്. അത് മാത്രമല്ല TNC ഇതിനകത്ത് നാളെ ഒരിക്കൽ കൂടി ഈ ആളുകൾക്ക് പോകേണ്ടി വരുന്ന ഒരു പ്രശ്നമാണോ ഇത്? അല്ല, അത് മാത്രമല്ല, കാരണം ഇതൊരു വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നതാണ്. കാരണം ഇതിന് പല ലെവലിൽ ഇതിന്റെ പരിശോധനയുണ്ട്, ഇതിന്റെ സാധന സാമഗ്രികൾ പരിശോധിക്കുന്നുണ്ട്, മോക്ക് പോളിംഗ് നടത്തുന്നുണ്ട്. ഇതെല്ലാം നടത്തുന്ന സമയത്തൊന്നും കണ്ടുപിടിക്കാത്ത ഒരു എറർ വോട്ട് ചെയ്ത് കുറച്ച് ആകുമ്പോൾ കണ്ടുപിടിക്കുന്നു. അതും പലയിടത്തും ഒരേ രീതിയിൽ തന്നെ വരുന്നു. അപ്പോൾ ഇതിനകത്തൊരു അട്ടിമറി ശ്രമം നടന്നിട്ടുണ്ട്. അതാര് നടത്തി, ഏത് നടത്തി എന്നൊക്കെ ഉള്ളത് പരിശോധനയിൽ കണ്ടെത്തേണ്ടതാണ്. പക്ഷെ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഒരു അട്ടിമറി ശ്രമമാണ്. അതൊരിക്കലും കേരളത്തിൽ നമുക്ക് ഞാനത് ബോധപൂർവമായിട്ടുള്ള അട്ടിമറി ശ്രമം എന്നുള്ളത് ഞാൻ പറയില്ല. പക്ഷേ ഇല്ല, ഞാൻ പറയാം, ഇതിലെന്തോ സംഭവിച്ചു. ഒന്നാമത്തെ തവണ പണി മുടക്കിയതായിരിക്കുന്ന ബാലറ്റ് യൂണിറ്റ് രണ്ടാമത്തെ തവണയും പണി മുടക്കി. അതേ ബാലറ്റ് യൂണിറ്റ് തന്നെ മൂന്നാമത്തെ തവണയും പണി മുടക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാ. നന്നാക്കി കഴിഞ്ഞ് സമയമെടുത്ത് വീണ്ടും നന്നാക്കി, സമയമെടുത്ത് വീണ്ടും നന്നാക്കി, രണ്ടും മൂന്നും തവണ നന്നാക്കിയ യൂണിറ്റ് തന്നെ വീണ്ടും പണി മുടക്കി. അപ്പൊ എന്താണ്, ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്നുള്ളത് കണ്ടെത്തട്ടെ. അത് ടെക്നിക്കൽ എക്സ്പേർട്ടിന്റെ ഭാഗത്തു നിന്നുള്ളതാണോ, അതല്ല മറ്റൊരു ഉദ്യോഗസ്ഥ തലത്തിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണോ, ഏത് രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളത് പരിശോധിച്ച് കണ്ടെത്തണം. ഇത് നമ്മെ സംബന്ധിച്ച് ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല. ശ്രീ സിദ്ദിഖ് ദയവായി തുടരണം. ഇപ്പോൾ താങ്കളുടെ സുഹൃത്ത് ശ്രീ മാത്യു കുഴൽനാടൻ കൂടി കൊച്ചിയിൽ ചേർന്നിട്ടുണ്ട്. മാത്യു, മലപ്പുറമാണ് ഇപ്പോൾ നമ്മുടെ ചർച്ച. മഹാസഖ്യത്തിൽ നിന്ന് മലപ്പുറത്തേക്ക് നമ്മൾ ഇപ്പോൾ തൽക്കാലം എത്തിയിരിക്കുകയാണ്. മഹാസഖ്യത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ മാത്യുവിനോട് ചോദിക്കാനുണ്ട്. പക്ഷേ മലപ്പുറത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 105 പോളിംഗ് ബൂത്തുകളിൽ ടെക്നിക്കലായി എന്തോ സംഭവിച്ചു എന്ന് സിദ്ദിഖ് പറയുന്നതിൽ എന്തോ ഒരു ടെക്നിക്കൽ എറർ ഇല്ലേ? ഒരു ടെക്നിക്കൽ എറർ ഇല്ലേ ശ്രീ മാത്യു കുഴൽനാടൻ? മലപ്പുറം വെച്ച് കൈകാര്യം ചെയ്യാനുള്ള അല്ല, അതെന്താണ് എന്ന് പുറത്തു വരട്ടെ. ഞാൻ എന്താണ് ഇതിൻ്റെ അഭ്യൂഹങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു പ്രവചനത്തിനോ ഒന്നും ഞാനില്ല. എന്തു വന്നാലും സംതിങ് ഹാപ്പൻ, എറർ ഉണ്ടായിട്ടുണ്ട്. ആ എറർ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നതാവും യുക്തി എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. ശരി, ഞാൻ ടി സിദ്ദിഖിന് ഈ ഘട്ടത്തിൽ ഒരു മറുപടി പറയാൻ വേണ്ടി ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ് മാത്യു കുഴൽനാടനോട്. ഈ ടെക്നിക്കൽ എററിൽ നിന്ന് ഒരു ലീഗൽ എററിനെ കുറിച്ച് ഇതൊന്നും ഒഴിവാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരം ഇല്ല എന്ന് പറയും ടി സിദ്ദിഖ് എന്ന് പറഞ്ഞു. അത് ലാല് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. അതൊന്നും ഞാൻ കണ്ടെത്തിയതാണ് ടി സിദ്ദിഖ് പറഞ്ഞത്. ജോർജ് ഏട്ടാ, ഇത് ശരിയാണോ? ഇത് ശരിയാണോ ശ്രീ ജോർജ്? ഇതിൻ്റെ അകത്തൊരു കാര്യമായി ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു EVM മാറ്റി വേറൊരു EVM വെച്ചു. അപ്പോഴും ഇറർ തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പശയും ഒരു പ്രത്യേക ടൈപ്പ് പേപ്പറും കുറച്ച് EVMകളിലുണ്ട്. അത് മൈക്രോ ചിപ്പാണോ എന്തെങ്കിലും സാധനമാണോ എന്ന് സംശയമുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യമാണ്. കുറെ നേരമായിട്ട് ഇതിൽ തമാശ പറയുന്നുണ്ട്. ഇപ്പൊ ഈ കണ്ടെത്തിയ പശ, അതിനകത്ത് ഒട്ടിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ NIA വന്ന് അന്വേഷിക്കണം. ഏത് വിദേശ രാജ്യത്തു നിന്നാണ് ഇത് മലപ്പുറത്ത് ഇറക്കിയത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം എന്നാണ് ജോർജ് കുര്യൻ അറിയേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള സംശയമുണ്ടോ? അല്ല, ഇത് ആര് ചെയ്താലും ഞാൻ ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ ആരുടെ ഭാഗത്ത് പരിശ്രമം ഉണ്ടായാലും അതിന് കനത്ത വില നൽകേണ്ടി വരും. അതിന് ആരാണെങ്കിലും, ഹൂം എക്സ് ഓർ വൈ. പക്ഷേ എന്താണ് എന്നുള്ളത് കൃത്യമായി പുറത്തു വരാതെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതിനോട് ആ ഒരു നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. ശ്രീ മാത്യു കുഴൽനാടൻ, എന്തായാലും ടെക്സ്റ്റ് ബുക്കിൽ അച്ചടിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ്. ഇതിനോട് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളാണ് നമുക്ക് വേണ്ടത്. ഞാൻ നേരത്തെ ചോദിക്കാൻ വന്ന ഒരു ചോദ്യം അതാണ്. ശ്രീ KM മാണി സാറിന് എന്ത് ചെയ്യും? ശ്രീ VM സുധീരൻ അത് 12-ാം തീയതി പറയുമ്പോൾ, അല്ലെങ്കിൽ നാളെ മുതൽ അങ്ങോട്ട് നിങ്ങളുടെ പല നേതാക്കളും പറയുമ്പോൾ ടി സിദ്ദിഖ് സമ്മതിക്കില്ല.
അദ്ദേഹത്തെ രാജിവെക്കാൻ. മാത്യു കുഴൽനാടനും ഇവരോടൊപ്പം ഒക്കെ ചേരുകയാണോ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ? ഇതിൻ്റെ അകത്ത് KPC അധ്യക്ഷൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണല്ലോ. പാർട്ടി ഈ വിഷയം ചർച്ച ചെയ്ത് പാർട്ടിയുടെ നിലപാട് എടുക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം KPC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അത് വളരെ ശക്തമായൊരു നിലപാടാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും പാർട്ടി ചർച്ച ചെയ്യുന്നതിന് മുമ്പേ പാർട്ടിയുടെ അഭിപ്രായം ഇന്നതായിരിക്കും എന്ന് എനിക്ക് പറയാൻ കഴിയുമോ? എനിക്ക് ഈ കാര്യത്തിൽ അഭിപ്രായമുണ്ട്, ടി സിദ്ദീഖിന് അഭിപ്രായമുണ്ട്, എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് വരുന്ന ഒരു വേദിയിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ പാർട്ടിയുടെ അഭിപ്രായം രൂപപ്പെട്ടു വരുമ്പോൾ അതെന്ത് തന്നെയാണെങ്കിലും പക്ഷേ ടി സിദ്ദീഖ് എന്തുകൊണ്ടാണ് ഈ അഭിപ്രായമൊക്കെ ഇങ്ങനെ തുറന്നു പറയുന്നത്? ടി സിദ്ദീഖിനെ പോലുള്ളവർ എന്തുകൊണ്ടാണ് ഈ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു പറയുന്നത്? മാത്യു കുഴൽനാടനെ പോലെ, VM സുധീരനെ പോലെ മനസ്സിൽ അഭിപ്രായമുണ്ട്, അത് ഞങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യും, ചർച്ച ചെയ്യാനുള്ള കാര്യമുണ്ട് എന്ന് പറയാതെ ടി സിദ്ദീഖ് ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? മാത്യു കുഴൽനാടൻ പറയുന്നത് പോലെ അല്ലല്ലോ സിദ്ദീഖ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യമുണ്ടോ? ടി സിദ്ദീഖ് ബ്രേക്കിംഗ് കൊടുത്തിട്ടില്ല. ഞാൻ തിരിച്ചു വരാം. മാത്യു, അതിലൊന്നും വീഴണ്ട. ഇതൊക്കെ മാത്യു, ടി സിദ്ദീഖ് പറയുന്നതിൽ വീഴണ്ട, പറഞ്ഞോളൂ. താങ്കളെ അംഗീകരിക്കുന്ന, അറിയുന്ന അണികൾ, അനുയായികൾ ഉള്ള സ്ഥലമാണ്. അല്ല, ഞാൻ പറയട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞാൻ ടി സിദ്ദീഖ് പറഞ്ഞ എന്താണെന്ന് കേട്ടില്ല, ഞാൻ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ എന്ത് തന്നെ പറഞ്ഞാലും ടി സിദ്ദീഖ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ടും പാർട്ടിയിലെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആ ഒരു ലൈൻ അനുസരിച്ചായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. പിന്നെ ഞങ്ങൾ തമ്മിലൊരു കോൺട്രാഡിക്ഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പരിശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു. പാർട്ടിയിലെ അഭിപ്രായ രൂപീകരണത്തിന് മുമ്പേ അത് ഞാനാണെങ്കിലും അദ്ദേഹമാണെങ്കിലും ഇതിങ്ങനെയാണ് പാർട്ടി തീരുമാനിക്കാൻ പോകുന്നത് എന്ന് പറയില്ല. സ്വാഭാവികമായിട്ടും ആ പറയുന്നതിൽ പ്രസക്തിയുമില്ല. കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് വേവോളം കാക്കാമെങ്കിൽ 6 കാക്കാലോ. പക്ഷേ ടി സിദ്ദീഖിന്റെ പാർട്ടിയുടെ കാര്യമല്ല നോക്കേണ്ടത്, ഗവൺമെന്റിന്റെ കാര്യമാണ്, ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാര്യമാണ്. ശ്രീ മാത്യു കുഴൽനാടനെ പോലെ അല്ല. പാർട്ടിയുടെ കാര്യവും VM സുധീരൻ പറഞ്ഞതും അങ്ങനെ മുറുകെ പിടിച്ചു പോകേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള വാദഗതികൾ നിരത്തേണ്ടി വരും. ശ്രീ മാത്യു കുഴൽനാടൻ, താങ്കൾ പാർട്ടിയുടെ കാര്യം അതുപോലെ പറയുന്നില്ലല്ലോ. ടി സിദ്ദീഖിന്റെ ആത്മാർത്ഥത എന്തുകൊണ്ട് താങ്കൾക്കില്ല പാർട്ടിയെക്കുറിച്ച്? അല്ല, എൻ്റെ ആത്മാർത്ഥത ഇനിയിപ്പോൾ ഈ നിലയിൽ തെളിയിക്കാനോ അല്ലെങ്കിൽ ഇവിടെ വെച്ച് പരിശോധിക്കപ്പെടണോ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പറഞ്ഞത് ഒരുപക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് എന്ന് അല്ല, തീർച്ചയായിട്ടും 12-ാം തീയതി പറയുമല്ലോ. പാർട്ടിയുടെ അഭിപ്രായം ഞങ്ങൾ പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഈ ഇതുപോലൊരു വേദിയിൽ ഇരുന്ന് പറയേണ്ടതല്ലോ. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. 12-ാം തീയതി പറയും മാത്യു കുഴൽനാടനെ പോലെയുള്ളവർ. ആ മുഖത്തെ നിശ്ചയദാർഢ്യം താങ്കൾ വായിച്ചെടുത്തില്ലെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. ഇതൊന്നുമല്ല, ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമൊന്നും മാത്യു കുഴൽനാടനും VM സുധീരനും ഒന്നും ഇല്ല. പാർട്ടി വേണം, പാർട്ടിയുടെ നിലനിൽക്കണം, അതിന്റെ ഇമേജ് കാത്തു രക്ഷിക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞങ്ങളുടെ ഇടയിൽ ഇത് സംബന്ധിച്ച് വിരുദ്ധാഭിപ്രായങ്ങൾ ഇല്ല. ഒന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. അല്ലാതെ സിദ്ദീഖിന് വേറെ അഭിപ്രായമുണ്ട്, മാത്യു കുഴൽനാടൻ വേറെ അഭിപ്രായമുണ്ട്, അജയ് തറയിൽ വേറെ അഭിപ്രായമുണ്ട്. ഇതൊക്കെ നിങ്ങൾ പാർട്ടിയിൽ പറയും. അത് പറയാൻ എന്തിനാ മടി? ഞാനിപ്പോ ലാല് പറഞ്ഞത് സമ്മതിച്ചു. 2, ഈ വിരുദ്ധ അഭിപ്രായങ്ങൾ ഞങ്ങളെല്ലാവരും 12-ാം തീയതി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഒരഭിപ്രായങ്ങളോട് പറയും. ഇപ്പൊ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ട്. അത് 12-ാം തീയതി ചർച്ച ചെയ്യും. സിദ്ദീഖ് അവസാനം സത്യം പറയുന്നു. ഒരു മിനിറ്റ്. ഇനി മാണി സാറ് രാജിവെച്ചേ അടങ്ങൂ എന്ന് നിങ്ങൾ കുറെ ദിവസമായി തുടങ്ങിയിരിക്കുക. മാത്യു കുഴൽനാടനോടാണോ? കുറെ ദിവസമായി തുടങ്ങിയിരിക്കുക. നിങ്ങൾ പറയുന്നതിനനുസരിച്ച് രാജിവെക്കാൻ ഒരു മന്ത്രി എന്ന രീതിയിൽ മാണി സാറെ കൊണ്ട് രാജിവെപ്പിക്കാനും UDF ഒരുക്കല്ല. പാർട്ടി എന്ന രീതിയിലുള്ള അഭിപ്രായം എന്ത് ചെയ്യണം എന്നുള്ളത് കോൺഗ്രസിന്റെ അഭിപ്രായം 12-ാം തീയതി പറയുമെന്ന് KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ് പറയുന്നത് പോലെ അല്ല. ഈ പ്രതിപക്ഷവും ജനങ്ങളും മാധ്യമങ്ങളും എല്ലാവരും ഒരു ഇംപ്രഷൻ പാർട്ടിയെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതും കേൾക്കേണ്ടി വരും. സിദ്ദീഖ് ഇവരും ഇല്ലാന്ന് ഇതില് പ്രസിഡന്റ് ഇതിൽ നമ്പർ 1, അതിന് താഴെ ബാക്കിയുള്ളവരൊക്കെ ഉള്ളൂ. ശരി, മുഖ്യമന്ത്രി എല്ലാവരും അതിന് താഴെയാ. KPC പ്രസിഡന്റ് നമ്പർ 1. എന്താ തർക്കം? അല്ല, അത് ശരിയാണ്. ശ്രീ ഉഴവൂർ വിജയൻ KPCC പ്രസിഡന്റാണ് നമ്പർ 1, മുഖ്യമന്ത്രി അതിന് താഴെയുള്ളൂ. ഈ പറയുന്നത് ആളുകളെ പുറത്താക്കുന്ന കാര്യത്തിൽ KPCC പ്രസിഡന്റാണ്. KPCC എന്ന് പറഞ്ഞാൽ തന്നെ കേരള പുറത്താക്കൽ കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ള നിലയിലാണ് ഇവർ. അപ്പോൾ സുധീരന് ആ ഒരു അധികാരം മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളതെല്ലാം ഉമ്മൻചാണ്ടിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്.
ഉമ്മൻചാണ്ടിയുടെ തന്ത്രത്തിലാണ് ഇപ്പം എല്ലാം കുടുങ്ങി. ഇപ്പം ഈ കേസ് തന്നെ അന്വേഷിക്കാൻ വെച്ചാൽ മന്ത്രിസഭയുടെ ഒരു ഉപസമിതി വെച്ചിട്ട് KM മാണി ചെയർമാനും K ബാബുവും ഇബ്രാഹിം കുഞ്ഞും അംഗങ്ങളുമായ ഒരു കമ്മിറ്റിയെ ഇവർ ചിലപ്പോൾ വെച്ചെന്നിരിക്കും ഈ മലപ്പുറത്തെ കേസ് അന്വേഷിക്കാൻ. ഇല്ലല്ല, അത് മാത്യു കുഴൽനാടനെ പോലുള്ളവരൊന്നും അത് സമ്മതിക്കില്ല. സിദ്ദിഖ് ചിലപ്പോൾ തൽക്കാലം സമ്മതിച്ചാലും, കാരണം അതിനൊരു റിസൾട്ട് വേണമല്ലോ. പീപ്പിളിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടി പടയോട്ടം തുടരുകയാണ്. ബീഹാറിൽ എന്താണ് സംഭവിക്കുക? ചാണക്യ സർവേയിൽ പറയുന്നത് പോലെ BJP അവിടെ NDA തൂത്തുവാരുമോ, അതോ മറ്റ് മിക്കവാറും എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് പോലെ മൂന്നാമതും നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി ബീഹാറിലേക്ക് തിരിച്ചെത്താൻ പോവുകയാണോ? ആ ചർച്ചയിലേക്ക് കൃത്യമായി എത്തേണ്ട സന്ദർഭമാണ്. നേരത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിലെ മിക്കവാറും വിഷയങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ആ വിഷയങ്ങളിലേക്ക് തന്നെയാണ് നമുക്ക് വീണ്ടും തിരിച്ചെത്തേണ്ടത്. അതിൽ സംസ്ഥാന ഭരണം, മഹാസഖ്യം, മോദിയുടെ ശക്തമായ നേതൃത്വം, സംവരണ വിഷയം, അത് RSS സംഭാവന ചെയ്ത ഒരു വിഷയമാണ്. സ്വാഭാവികമായിട്ടും ബീഫ്, ദളിത് ഹത്യ ഒരു പ്രധാനപ്പെട്ട വിഷയമായി അവിടെ ഉയർന്നു വന്നിരുന്നു. സർവോപരി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിലക്കയറ്റം. ഈ വിലക്കയറ്റം എന്നത് ഒരേ സമയം സംസ്ഥാന സർക്കാരിനെയും ബാധിക്കും, കേന്ദ്ര സർക്കാരിനെയും ബാധിക്കും. ഇതാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ. ഇതിനകത്ത് പലതും കൂട്ടിച്ചേർക്കാം, പലതും തന്നെ വിഷയമാവാതിരിക്കാം. പക്ഷേ ഉടനീളം കണ്ട പല പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഏറ്റവും വിഷമം ഇതിൽ വികസനം എന്നൊരു വാക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഒരു അജണ്ടയാക്കാൻ സംസ്ഥാന ഭരണം വേറെ, കാര്യം അതിനൊരു ആന്റി ഇൻകംബൻസി ഫാക്ടറും മറ്റുമുണ്ട്. ഇടയ്ക്ക് നിതീഷ് കുമാർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം ഒക്കെ പറഞ്ഞതാണ്. വേണ്ട രീതിയിൽ അത് മനസ്സിൽ അതാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാന ഭരണം എന്നതുകൊണ്ട് വരാവുന്നതാണ്. സംസ്ഥാന ഭരണത്തിൽ ഒരു യുവാവ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് സംസ്ഥാന ഭരണത്തിന് വികസനം എന്നൊരു വാക്കാണ്. ഇന്ത്യ മൊത്തത്തിൽ അത് കാണുന്നില്ല എന്നൊരു പരാതി ഉണ്ടോ യുവാവിന്? അത് മറ്റൊരു വിഷയമാണ്. അത് ബീഹാറിലെ പ്രശ്നത്തിൽ ഈ വികസനം എന്ന വാക്ക് കാണാനാണെങ്കിൽ അത് കണ്ടിട്ട് രാഹുൽ ഈശ്വറിന് തോന്നുന്നില്ല. ശ്രീ ജോർജ് കുര്യൻ, മോദിയെ കണ്ടിട്ട് ഇപ്പൊ അങ്ങനെ തോന്നുന്നില്ല എന്നാണ് രാഹുൽ ഈശ്വർ. പണ്ട് തോന്നിയിരുന്നു. ബീഹാർ ഇലക്ഷന്റെ കോണ്ടെക്സ്റ്റിലാണ്. ബീഹാർ ഇലക്ഷന്റെ കോണ്ടെക്സ്റ്റിൽ വികസനം എന്ന വാക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയി ഉയർത്തിക്കൊണ്ട് വരാം, എല്ലാ പാർട്ടികൾക്കും ഉയർത്തിക്കൊണ്ട് വരാമായിരുന്നു എന്നുള്ള ജോർജ് കുര്യനോടാണ് പറയേണ്ടത്. എന്തായാലും ഫക്രുദ്ദീൻ അലി, ഞാൻ ഫക്രുദ്ദീൻ അലിയോട് ചോദിക്കാൻ വന്നത്, ഈ പറഞ്ഞ അർത്ഥത്തിലാണ് ചർച്ച. വികസനം, സംസ്ഥാന ഭരണമാണല്ലോ ഏറ്റവും നിൽക്കുന്നത് അവിടെ. സംസ്ഥാന ഭരണത്തിൻ്റെ ഒരു ആൻറ്റി ഇൻകംബൻസി സ്വാഭാവികമായും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ കാണേണ്ടതാണ്. പക്ഷേ ബീഹാറിൽ അതിന് മാത്രം ഈ പറഞ്ഞതുപോലെ എന്ത് മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ അനുകൂലമായി വരുന്നത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വികസനം എന്ന കോൺസെപ്റ്റ് വന്നില്ല എന്നുള്ളത്. രണ്ട് കാര്യങ്ങളുകൊണ്ടാണ്. ഇന്ത്യയിൽ ഈ നിയോ ലിബറൽ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മോഡി പ്രധാനമന്ത്രിയാവുന്നതിന് മുമ്പേ വികസനത്തിന് ഏറ്റവും മികച്ച രണ്ട് മാതൃകകളായിട്ട് നിയോ ലിബറലിസ്റ്റുകൾ ഉയർത്തി കാണിച്ച ഒന്ന് മോഡി, ഒന്ന് നിതീഷ് കുമാർ. അതിൽ മോഡീനെ ഈ മാനവശേഷി വികസനത്തിൻ്റെ മറ്റു കാര്യത്തിലാണെങ്കിൽ നിതീഷ് ഔട്ട്സ്മാർട്ട് ചെയ്തു. പിന്നെ മാത്രമല്ല, സ്ത്രീകൾക്ക് സംവരണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അദ്ദേഹം കൂട്ടി. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ടാക്കൂർമാരുടെ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ BJPയുടെ വോട്ട് ബാങ്കാണ്. അവരുടെ ഇടയിൽ പോലും നിതീഷ് കുമാറിന് സ്ത്രീകളുടെ എഡ്യൂക്കേറ്റഡായ സ്ത്രീകളുടെ ഇടയിൽ അദ്ദേഹത്തെ അനുകൂലമായ തരംഗം ഉണ്ടായിരുന്നത് ഹിന്ദുവൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യും, ആൻറ്റി ഇൻകംബൻസി ഫീൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവേണ്ടത്. എന്നാൽ ബീഹാറിൽ കഴിഞ്ഞ 2-3 ഇലക്ഷൻസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബീഹാറിലെ ലാലുവിൻ്റെ തൊട്ടുമുമ്പത്തെ ഭരണത്തെ അപേക്ഷിച്ച് ബെറ്റർ ആയിട്ടാണ് നിതീഷ് കുമാർ BJP സഖ്യം പോയിക്കൊണ്ടിരുന്നത്. അതിന് ക്രെഡിറ്റ് കൂടുതൽ വന്നതും നിതീഷ് കുമാർ, കാരണം കൂടുതൽ ഇൻക്ലൂസീവാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെൻറ്റമാണ് നിതീഷ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചത്. രണ്ട്, അതിൻ്റെ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് കൂടി കിട്ടുന്ന രീതിയിലായിപ്പോൾ ഈ സ്വാതി പ്രാന്തിനെ പോലുള്ള ആളുകളുടെ ഇടപെടൽ, ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് ഈ ആന്റി ഇൻകംബൻസി ഫീലിങ്ങിനെ മറികടക്കാൻ ഇദ്ദേഹത്തിന് പറ്റുമെന്ന് തോന്നലുണ്ടാവും. ബാബു സാർ, പെട്ടെന്ന് ഒന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ അർത്ഥത്തിലുള്ള ബീഹാറിലെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ അർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് വലുതായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല. പ്രതിപക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് മോദിയാണ് ഭരണപക്ഷം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വരുന്നത്. ആൻറ്റി ഇൻകംബൻസി ഒന്നും ഫീൽ ചെയ്യപ്പെടുന്നില്ല അവിടെ. നിതീഷ് അല്ല, ഭരണപക്ഷം മോദിയാണെന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ജനങ്ങൾ കണ്ടതുപോലെ, മാധ്യമങ്ങൾ കണ്ടതുപോലെ, സർവേകളിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ. ആ അർത്ഥത്തിൽ ഒരു പ്രശ്നം, മോദിയെ ഓവറായി അവിടെ ഉപയോഗിച്ചതിൻ്റെ ഒരു പ്രശ്നം, അവിടെ മോദിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ BJPക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോയോ? അതായിരിക്കുമോ? ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് എല്ലാ കാലഘട്ടത്തിലും ജാതി രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരുന്നു. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. പക്ഷേ പുതിയ ചില കെമിസ്ട്രികൾ അവർ വർക്കൗട്ട് ചെയ്തിരിക്കുന്നു. ആ പുതിയ കെമിസ്ട്രി എന്ന് പറയുന്നത് നിതീഷ് കുമാറിൻ്റെ ആഭിമുഖ്യത്തിൽ ലാലു ഒരു 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സഖ്യത്തിനകത്ത് ലാലു 2ാം സ്ഥാനത്തെത്താൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം സോഷ്യലിസ്റ്റുകൾ ഒന്നിച്ച് തീരുമാനിക്കുന്നു. അത് തീരുമാനിക്കപ്പെട്ടത് ഉത്തർപ്രദേശ് വെച്ചാണ്, ഇവിടെ ബീഹാറിൽ വെച്ചല്ല. അത്തരമൊരു തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഇവരൊന്നിക്കുന്നതിനുള്ള ഒരു സാധ്യത വന്നത് സത്യത്തിൽ
BJPയുടെ ഈ അധികാരാരോഹണവും മോഡിക്ക് കിട്ടിയ അമിതമായ ഒരു മീഡിയ പ്രൊജക്റ്റഡ് ഇമേജുമൊക്കെയാണ്. അപ്പോൾ അതിനെ നേരിടേണ്ടതുണ്ട് എന്ന ബോധത്തിൽ നിന്ന ഈ പിന്നോക്ക ജാതി വിഭാഗങ്ങളുടെ ആൾക്കാർ എന്ന നിലക്കുള്ള ആളുകൾ ഒന്നിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒപ്പീനിയൻ പോൾ വരുന്ന സമയത്ത് നോക്കിയാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം അവിടുന്ന് വൻതോതിൽ ഉയർന്നു, ദില്ലിയിൽ കേന്ദ്രീകരിച്ച് വൻതോതിൽ ഉയർന്നു വന്ന പോളിറ്റിക്സ് ഓഫ് ഇൻടോളറൻസ് ഉണ്ട്. അത് വൻതോതിൽ ഭയാശങ്കകൾ പടർത്തിയിരുന്നു എല്ലാ വിഭാഗത്തിൻ്റെ ഇടയിലും. അതിനകത്ത് ഒന്നാണ് ബീഫ്. ബീഫ് എന്ന് പറഞ്ഞ് പശുറച്ചുമായി ബന്ധിപ്പിച്ചൊരു കാര്യമേ അല്ല, മറിച്ച് ഒരു ഇൻടോളറൻസിന്റെ പോളിറ്റിക്സ് അതിനകത്തുണ്ടായിരുന്നത്. മറ്റുള്ളവർ കഴിക്കാൻ അനുകൂല ഘടകങ്ങൾ, ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായും ഉണ്ടാവും. മോദിയുടെ ശക്തമായ നേതൃത്വം, മതേതര വോട്ടുകളുടെ ഭിന്നിപ്പ്, ഇങ്ങനെ ഈ മൂന്ന് കക്ഷികൾ JDUവും RJDയും കോൺഗ്രസും യോജിച്ചാൽ പോലും സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള 8 പാർട്ടികൾ ഒരു ഭാഗത്ത്, ഇടതുപക്ഷ പാർട്ടികൾ വേറൊരു ഭാഗത്ത്. ഇപ്പോൾ നമ്മൾ ഈ അതേഴ്സിന് പല സർവേകളും അതേഴ്സിന് 10 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. ആ ഒരു ഭിന്നിപ്പ് സർവോപരി അവസാന ഘട്ടത്തിൽ ഇന്ന് വോട്ടെടുപ്പ് നടന്ന സീമാഞ്ചൽ മേഖലയിലെ 6 സീറ്റുകളിലാണ് AIMന്റെ വളരെ ശക്തമായ സാന്നിധ്യമുള്ളത്. അത് സ്വാഭാവികമായിട്ടും മുസ്ലിം വോട്ട് ബാങ്കിൽ ഒരു വിള്ളലുണ്ടാക്കും. അത് അനുകൂലം. ഇതാണ് NDAക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നത്. ഇനി പ്രതികൂല ഘടകങ്ങൾ നോക്കാം. പ്രതികൂല ഘടകങ്ങൾ അതോടൊപ്പം നിർണായകമാണ്. ബീഹാറി വികാരം, ബീഹാറി വേഴ്സസ് ബാഹരി, അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നിതീഷ് കുമാറിനും ലാലുവിനും കഴിഞ്ഞു. വിലക്കയറ്റം സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ ഇതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും ബാധിക്കാം. സംവരണം, ദളിത് ഹത്യ, ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ധ്രുവീകരണം, ഇതുവരെ RJDക്കും JDUവിനും കോൺഗ്രസിനും ഇടയിൽ വിഭജിക്കപ്പെട്ടു പോയിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ, അത് ഈ ഒരു AIMന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും അത് BJPയെ തോൽപ്പിക്കാനായി കൂട്ടായി അത് ഇവർക്ക് പിന്നാലെ വരുമെന്നൊരു വിലയിരുത്തലും BJPക്കെതിരായി വന്നേക്കാം. റൈറ്റ്. ഇതുപോലെ അടുത്ത അതിന് മഹാസഖ്യത്തിന്റെ അനുകൂല ഘടകങ്ങൾ ശക്തമായ മതേതര സഖ്യം, ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം അനുകൂലമായി ഉണ്ടാവും, സംവരണ വിഷയം, സർവോപരി ബീഹാർ രാഷ്ട്രീയത്തിൽ ഏറ്റവും ജനപ്രിയരായ ഏറ്റവും തലമുതിർന്ന 2 നേതാക്കൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി, ലാലു പ്ലസ് നിതീഷ്. അത് കാര്യമായ പൊട്ടലോ ചീറ്റലോ ഒന്നുമില്ലാതെ അവസാനം വരെ നിലനിന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. പ്രതികൂല ഘടകങ്ങളുടെ വിലക്കയറ്റം, ജംഗിൾ രാജ് വീണ്ടും, അത് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായാലും ലാലു പ്രസാദ് യാദവ് ഉള്ളിടത്തോളം കാലം കാട്ടുഭരണം മടങ്ങി വരും എന്നൊരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അതുപോലെ മന്ത്രവാദി വിവാദം, അത് നിതീഷ് കുമാറിന് തിരിച്ചടിയായി. ഈ നരേന്ദ്രമോദി അവസാന ഘട്ടത്തിലെ യോഗങ്ങളിലെല്ലാം നിങ്ങൾ ആരെയാണ് വികസനത്തിനായി സമീപിക്കുക, മന്ത്രവാദിയാണോ അതോ അവിടുത്തെ ഏതെങ്കിലും വിദ്യാസമ്പന്നനെയാണോ, ഇതാണ് ചോദിച്ചിരുന്നത്. പിന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്ന ആ മേഖലയിൽ AIMനുള്ള ശക്തമായ സ്വാഗതം. റൈറ്റ്. എന്തായാലും മാത്യു കുഴൽനാടൻ, ഇവിടെ ഏറ്റവും രസകരമായ ഒരു ചിത്രമെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഈ കാർഡുകളിലൊക്കെ കണ്ടതുപോലെ മഹാസഖ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ അപ്പുറവും ഇപ്പുറവും നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവുമാണ് നിൽക്കുന്നത്. ഒരു മഹാസഖ്യത്തിൻ്റെ ഒരു ഭാഗത്ത് ഉള്ള മുന്നണിയുടെ അപ്പുറവും ഇപ്പുറവും നിന്ന് നയിക്കുന്നത് നിതീഷ് കുമാറും ലാലു പ്രസാദും ആണ് എന്ന് പറയുന്നത് അവിടെ ഇത്രയും കാലം ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അവിടെ കോൺഗ്രസും കൂടെയൊക്കെ നിന്ന് കൊടുത്തപ്പോൾ ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ സർവേ ഫലങ്ങൾ പറയുന്നത് പോലെ എത്തിച്ചേരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ബീഹാറിലെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മുടെ രാജ്യത്തിനൊന്നാകെ വലിയ ഒരു പുതിയ പ്രതീക്ഷ നൽകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ BJPയുടെ ഒരു കടന്നുവരവ്, പ്രത്യേകിച്ച് ഒരു മോഡിയുടെ കടന്നുവരവിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയും RSSും മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന ഈ പോളറൈസേഷൻ, അതിനെതിരെ ഉണ്ടായ ഒരു നാച്ചുറൽ കൊയിലേഷനായിട്ടാണ് ഈ ബീഹാറിലെ സഖ്യത്തെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി നിതീഷും ലാലുവും എത്രയോ കാലമായി ഓപ്പോസിറ്റ് പോൾസിൽ നിന്ന് രണ്ടുപേരെയും പരസ്പരം ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നവരാണ്. എന്നാൽ അവരുടെ ഒരു അണ്ടർലൈനിങ് ഐഡിയോളജി എന്തു പറഞ്ഞാലും ആ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ രണ്ടിൻ്റെയും അണ്ടർലൈനിങ് ഐഡിയോളജി ഈ ആൻറ്റി കമ്മ്യൂണൽ എന്നുള്ളതുണ്ടായിരുന്നു. അതൊരു സത്യമാണ്. അത് ഇപ്പോൾ എന്ത് പറഞ്ഞാൽ നമുക്കത് കാര്യം ലാലു പ്രസാദ് ജാതി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും തീവ്ര വക്താവായിരുന്നു എന്നതൊക്കെ സത്യമായിരിക്കുമ്പോഴും ഒരു അണ്ടർലൈനിങ് ഐഡിയോളജി ആൻറ്റി കമ്മ്യൂണൽ ആണെന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. കോൺഗ്രസ് ഇന്ത്യത്ത് താരതമ്യേന ബീഹാറിൽ ഈ രണ്ട് പാർട്ടികളെ വെച്ച് നോക്കുമ്പോൾ റിലേറ്റീവ്ലി കുറച്ചുകൂടി ഒരു ചെറിയ സ്പേസാണ് ഉണ്ടായിരുന്നത്. എന്നിരുന്നാൽ കൂടി അത് ഒന്നിച്ചു വന്നപ്പോൾ
ഒരു സെക്യുലർ ഫേസ് ആ ഒരു സഖ്യത്തിന് വളരെ നല്ല പോലെ വന്നിട്ടുണ്ട്, കോൺഗ്രസിന് സാന്നിധ്യം കൂടി ആയപ്പോൾ. അങ്ങനെ വന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കൂടാതെ BJPക്ക് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സ്ട്രാറ്റജിക് ആയിട്ട് പല മിസ്റ്റേക്സും പറ്റിയിട്ടുമുണ്ട്. അതുകൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്.